ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുന്നേ നമ്മൾ 2 വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. യൂട്യൂബ് ചാനൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതിലെങ്ങനെ നമുക്ക് എഡിറ്റ് ചെയ്യാം. ഈ 2 വീഡിയോക്കും ശേഷം ഇനി നമ്മളത് അപ്ലോഡ് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ. ഓക്കെ, നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ യൂട്യൂബ് സ്റ്റുഡിയോ ഇല്ലാത്ത ആളുകൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിനെ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തെടുക്കാം. ഓക്കെ, നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം നമുക്ക് ആ യൂട്യൂബ് സ്റ്റുഡിയോയിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഈ ഒരു യൂട്യൂബ് സ്റ്റുഡിയോയിലാണ് നമ്മുടെ ചാനലുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. നമുക്ക് എത്ര വ്യൂവേഴ്സ് ആയിട്ടുണ്ട്, എത്ര വാച്ച് ടൈം ആയിട്ടുണ്ട്, എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, നമ്മൾ ഓരോ വീഡിയോൻ്റെയും കാര്യങ്ങൾ, നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഒക്കെ ഈ ഒരു യൂട്യൂബ് സ്റ്റുഡിയോ ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, നമ്മളെ ചാനലിൽ ഫസ്റ്റ് ഒരു ഡിസ്ക്രിപ്ഷൻ ഉണ്ടാകും അല്ലേ. ഇപ്പം എൻ്റെ ചാനൽ ഇതാണ്, അതിൽ ക്ലിക്ക് ചെയ്തു. നമ്മൾ ഈ ഒരു പെന്നിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിവിടെ ഒരു ഡിസ്ക്രിപ്ഷൻ ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ എപ്പോഴും ചെയ്യാറുള്ളത് ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ഇങ്ങനെ കോപ്പി ചെയ്ത് വെക്കും. അത് തന്നെയാണ് എപ്പോഴും ഡിസ്ക്രിപ്ഷനായിട്ട് കൊടുക്കാറുള്ളത്. ഓക്കെ, ഇനി നമ്മൾ പുതിയൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുവാണ്. നമ്മൾ വീഡിയോ ഒക്കെ എടുത്തു, എഡിറ്റൊക്കെ ചെയ്തു, സെറ്റ് ചെയ്ത് വെച്ചു. ഈ ഒരു പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഡയറക്റ്റായിട്ട് നമ്മുടെ ഗാലറിയിലേക്കാണ് പോകുന്നത്. നമുക്ക് വേണ്ടുന്ന വീഡിയോ ഒന്ന് സെലക്ട് ചെയ്തെടുക്കാം. വീഡിയോ അവിടെ സെലക്ട് ആയിട്ടുണ്ട്. ഇനി നമ്മളതിന് ഡിസ്ക്രിപ്ഷൻ കൊടുക്കണം അല്ലേ. ഞാൻ നേരത്തെ അത് കോപ്പി ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. അത് വന്നിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ സെറ്റ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് എന്താണോ, നിങ്ങൾ എന്തുമായി ബന്ധപ്പെട്ട കണ്ടൻറ്റാണോ ഇടുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. ഞാനൊരു ഓൺലൈൻ വർക്ക് ചെയ്യുന്നത് കൊണ്ട് അതിൻ്റെ ഡിസ്ക്രിപ്ഷനാണ് ഞാൻ സെയിം എല്ലാത്തിലും കൊടുക്കാറുള്ളത്. ഇനി നമുക്കൊരു ടൈറ്റിൽ കൊടുക്കണം അല്ലേ. നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഹൗ ടു ക്രിയേറ്റ് എ യൂട്യൂബ് ചാനൽ എന്ന് നമുക്ക് എഴുതി കൊടുക്കാം. ഹൗ ടു ക്രിയേറ്റ് എ യൂട്യൂബ് ചാനൽ. ഓക്കെ, നമ്മൾ ടൈറ്റിൽ എന്താണോ നിങ്ങൾ എടുത്ത വീഡിയോ അതുമായി ബന്ധപ്പെട്ട ഒരു ടൈറ്റിൽ വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പം ഒരു യൂട്യൂബ് ചാനൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള ഒരു വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആ ഒരു ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. ഇനി നിങ്ങൾ എന്താണോ നിങ്ങളുടെ കണ്ടൻറ്റ് അതിനനുസരിച്ചുള്ള ടൈറ്റിൽ കൊടുക്കാം, ഡിസ്ക്രിപ്ഷനും കൊടുക്കാം. ഇനി അതിൻ്റെ വിസിബിലിറ്റി എപ്പോഴും നമ്മൾ പബ്ലിക്കിലേക്ക് തന്നെ ആക്കി കൊടുക്കണം. അവിടെ പബ്ലിക് എന്നുണ്ടാകും, അൺലിസ്റ്റഡ് എന്നുണ്ടാകും, പ്രൈവറ്റ് എന്നുണ്ടാകും. അതെപ്പോഴും പബ്ലിക് തന്നെയാണ് കൊടുക്കേണ്ടിയിരിക്കുന്നത്. ആഡ് ടു പ്ലേ ലിസ്റ്റ്. ഇപ്പം എൻ്റെ ഒരു വീഡിയോ ആയിട്ട് ഞാനെല്ലാം പ്ലേ ലിസ്റ്റിൽ ആഡ് ചെയ്ത് വെക്കാറുണ്ട്. അതായത് നമ്മുടെ വീഡിയോ ഒരാൾ കാണുന്ന സമയത്ത് നമ്മുടെ വീഡിയോ തന്നെ കണ്ടിന്യൂഷനായിട്ട് അവർക്ക് വന്നുകൊണ്ടേ ഇരിക്കുന്നതാണ് ഈ ഒരു പ്ലേ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യുമ്പോഴുള്ള ഉപകാരം. അപ്പോൾ ഞാൻ അവിടെ ടിക്കറ്റ് കൊടുത്തു, ഡൺ എന്ന് കൊടുത്തു. ഞാൻ ഓൾറെഡി പ്ലേ ലിസ്റ്റിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഷോർട്സ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ നമ്മളെ കമൻറ്റ് നമുക്ക് ഓൺ ചെയ്ത് വെക്കാം, ഓഫ് ചെയ്ത് വെക്കാം. ഞാൻ കമൻറ്റ് ഓൺ ചെയ്ത് വെക്കാറുണ്ട്. കാരണം വർക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് കമൻറ്റ് ഓൺ ചെയ്ത് വെക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ സെറ്റ് ചെയ്യേണ്ടത്. ടൈറ്റിൽ കൊടുക്കാം, ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം, വിസിബിലിറ്റി പബ്ലിക്കിലേക്ക് കൊടുക്കാം, പ്ലേ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം, കമൻറ്റ് ഓൺ ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമ്മളോട് ചോദിക്കുന്നത് ഇത് കിഡ്സിന് വേണ്ടിയുള്ളതാണോ അല്ലെങ്കിൽ കിഡ്സിനല്ലാത്തതാണോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ കിഡ്സ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ കിഡ്സിലേക്ക് മാത്രമേ നമ്മുടെ ഈ ഒരു വീഡിയോസ് എത്തത്തുള്ളൂ. അല്ല, ഇത് കിഡ്സിന് വേണ്ടിയുള്ളതല്ല എന്നാണെങ്കിൽ കിഡ്സും കാണും, അല്ലാത്തവരും കാണും. അപ്പോൾ നമ്മൾ നോ എന്ന് കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഓക്കെ, നമ്മളവിടെ അപ്ലോഡ് വീഡിയോ എന്ന് കൊടുത്തു. നമ്മൾ വീഡിയോ അവിടെ അപ്ലോഡായിട്ട് വരുന്നുണ്ട്. അത് അപ്ലോഡ് ആകാൻ കുറച്ചൊരു ടൈം നമ്മൾ എടുക്കും. കാരണം അതൊന്ന് പ്രോസസ്സ് ചെയ്ത് വരണം. അപ്ലോഡ് ആയതിന് ശേഷമാണ് നമുക്കവിടെ തമ്പനെയിൽ സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ നമ്മൾ അപ്ലോഡ് ആവുന്നത് വരെ ഒന്നതിനെ വെയിറ്റ് ചെയ്യാം. ഇനി ഞാനിപ്പോൾ ഓൾറെഡി പ്ലേ ലിസ്റ്റിലേക്ക് സെറ്റ് ചെയ്ത് വെച്ചോണ്ടാണ് അതിലേക്ക് ടിക്ക് മാത്രം ഇട്ട് കൊടുത്തത്. നിങ്ങൾക്ക് പ്ലേ ലിസ്റ്റ് ആക്കണമെങ്കിൽ ഇവിടെ കണ്ടു മുകളിലും വീഡിയോസ്, ഷോർട്സ്, ലൈവ്, പ്ലേ ലിസ്റ്റ് എന്ന് ആ ഒരു പ്ലേ ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടുന്ന വീഡിയോസൊക്കെ ആ ഒരു പ്ലേ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം അങ്ങനെ ആഡ് ചെയ്യാത്ത ആളുകൾ അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഈ ഒരു വീഡിയോ അപ്ലോഡ് ആവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് അവിടെ തമ്പനെയിൽ കൊടുക്കാനുള്ളൊരു ഓപ്ഷൻ വരും. അപ്പം നമ്മൾ ക്യാൻവയിലൊക്കെ പോയിട്ട് നല്ലൊരു തമ്പനെയിൽ സെറ്റ് ചെയ്ത് വെക്കാം. എപ്പോഴും നമ്മുടെ തമ്പനെയിൽ കണ്ടിട്ട് വേണം നമുക്ക് ആളുകളെ അട്രാക്റ്റ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ക്യാൻവ എങ്ങനെയാണ് ഉപയോഗിക്കാമെന്നൊക്കെ ഉള്ളതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാകും. ക്യാൻവ നിങ്ങൾക്കും ക്യാൻവ ആപ്പിൽ ഡിസൈൻ പഠിക്കാമെന്ന് പറഞ്ഞിട്ടും അതിൽ അത്യാവശ്യം കാര്യങ്ങൾ ഞാൻ ഇട്ടിട്ടുണ്ട്. അതൊരു പോസ്റ്റ് ഡിസൈൻ ചെയ്യുന്നതാണ് ഇട്ടിട്ടുള്ളത്. ക്യാൻവയിൽ എങ്ങനെ തമ്പനെയിൽ സെറ്റ് ചെയ്യാം എന്നുള്ളത് നെക്സ്റ്റ് ഒരു വീഡിയോ വരുന്നുണ്ട്.
അപ്പം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് ആ ഒരു ബെൽ ബട്ടൺ പ്രസ് ചെയ്യാം. അപ്പോഴാണ് പുതിയ പുതിയ വീഡിയോ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. ഓക്കെ, നമ്മുടെ വീഡിയോ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ അതിൻ്റെ തമ്പനയിൽ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. അവിടെ കണ്ടോ ഒരു പെന്നിൻ്റെ ലോഗോ, അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ആ പെന്നിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ് ഒന്നും കൂടി അതിൽ ക്ലിക്ക് ചെയ്യുമ്പം കസ്റ്റം തമ്പനയിൽ നിന്ന് കാണിക്കും. ആ കസ്റ്റം തമ്പനയിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച തമ്പിനെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ സെറ്റ് ചെയ്ത് വെച്ച തമ്പിനെ ഇതായിരുന്നു. ഇനി നിങ്ങൾക്കും യൂട്യൂബ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് വരുമാനം ഉണ്ടാക്കാം എന്നുള്ളത്. ഓക്കെ, ഡൺ എന്ന് കൊടുത്താൽ നമ്മുടെ തമ്പിനയിൽ സെറ്റ് ആയിട്ടുണ്ട്. അവിടെ സേവും കൂടി കൊടുക്കാം കേട്ടോ. അങ്ങനെയാണ് നമ്മൾ വീഡിയോ കൊടുത്തതിന് ശേഷമാണ് തമ്പിനയിൽ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ വീഡിയോ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. വീഡിയോ അപ്ലോഡായി വന്നു. ഇനി നിങ്ങൾക്കും യൂട്യൂബ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് വരുമാനം ഉണ്ടാക്കാം. തമ്പിനയിൽ വന്നു, വീഡിയോ വന്നു, അതിന് 3 വ്യൂവേഴ്സ് കിട്ടിയിട്ടുണ്ട്, 27 മിനിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണ് കേട്ടോ തമ്പിനയിൽ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനി എങ്ങനെയാണ് തമ്പിനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണിച്ചു തരാം. ഓക്കെ.